ഇതുമ്മാരെ കവർ, അത് ചേട്ടൻ്റെ കവർ, ആ കാണുന്നത് ചേട്ടത്തിയുടെ കവർ, എൻ്റെ മോൻ്റെ കവറാണിത്, എൻ്റെ കൊച്ചുമോൻ്റെ കവറാണിത്. അതുകൊണ്ടാണെങ്കിൽ എനിക്കൊരു എല്ലാം ആയത് എൻ്റെ കൊച്ച്. سنخوض معاركنا معهم وسنمضي جموعا نغدوهم ونعيد الحق المغتصب وبكل القوة ندفع. 5 പേരെ കൂട്ടക്കൊല നടത്തിയ അഫാൻ്റെ ഉപ്പ റഹീമിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഭയങ്കര ഷോക്കിങ്ങായി. അദ്ദേഹം ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തന്നെക്കുറിച്ചിട്ട് പല മാധ്യമങ്ങളും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. തന്നെയും തൻ്റെ മകനെയും ചേർത്തിട്ട് ഇനിയും ഈ നില തുടരുകയാണെങ്കിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ്. ചില മാധ്യമങ്ങളൊക്കെ വന്നത്ര അഫാൻ ഈ ഒരു 5 പേരെ കൂട്ടക്കൊല നടത്തിയ അഫാനെയും ഈ ഉപ്പ റഹീമിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു, ഒന്നിച്ച് കണ്ടു, സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, മാപ്പ് പറഞ്ഞു. ഈ രീതിയിലൊക്കെ പ്രമുഖ ചാനലുകളിലൊക്കെയാണ് വാർത്ത വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വാർത്തകൾ മുഴുവനും കള്ളമാണെന്നും ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മോനെ കണ്ടിട്ടില്ലെന്നും ഇതിൻ്റെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ആക്സിഡൻ്റലി ഒന്ന് നേരിൽ കണ്ടു എന്നല്ലാതെ മറ്റു കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ മകൻക്ക് ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല, അങ്ങനെ മാപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല, ഇനി ഈമാനോട് കൂടി മരണപ്പെടണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ 2 മക്കൾ ഞാൻ മരിച്ചതിൽ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉപ്പ റഹീം പറയുന്നത്. വ്യാജ വാർത്തകളാണ്, ഒരിക്കലും സത്യമല്ല ഇതൊക്കെ. വെറുതെ ചാനലുകാരെ എഴുതി പിടിപ്പിക്കുന്നത്, അവരെ റേറ്റിങ്ങിന് വേണ്ടി അവർ ചെയ്യുന്നതല്ലാതെ ഞാൻ കണ്ട് യാദൃച്ഛ്യം കണ്ടു എന്നുള്ളതല്ലാതെ നേരിട്ട് അവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊരു ചാനലിൽ കണ്ടായിരുന്നു, അപ്പാനുമായിട്ട് വാപ്പയും മോനും നേർക്കുനേർ നിന്ന് സംസാരിച്ചു എന്നും വാപ്പയോട് മോൻ മാപ്പ് പറഞ്ഞെന്നും പറ്റിപ്പോയി എന്നും അബദ്ധമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, അത് വെറുതെ മാധ്യമങ്ങളെ അടിച്ചിട്ട വാർത്ത എന്ന് വെച്ചാൽ ഞാൻ അതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ആവശ്യമില്ലാതെ ഞാൻ അത്രയും വേദന അനുഭവിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിക്കുന്നതിൽ ഞാനൊരു നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് എൻ്റെ മരണപ്പെട്ട ആൾക്കാരെ കുറിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് കഥകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു സത്യവുമില്ല. ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കഥകൾ എഴുതിയിട്ട് മരണപ്പെട്ടു എൻ്റെ ഉമ്മയെക്കുറിച്ചും എൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ആവശ്യമില്ലാത്ത കുറേ കഥകൾ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അതിന് യാതൊരു സത്യവുമില്ല. നിങ്ങൾ എല്ലാ പ്രേക്ഷകരും അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സത്യമേ ഇല്ല. അഫാനെ ഞാൻ കണ്ടു എന്നുള്ളത് യാദൃച്ഛ്യമായി കണ്ടു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അവനുമായിട്ട് സംസാരിക്കുകയോ അപ്പോൾ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവന് മാപ്പ് കൊടുത്തൊന്നും അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവുമല്ല ഞാൻ. ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ട് എൻ്റെ 5 പേരെ നഷ്ടപ്പെടുത്തിയിട്ട് അവന് മാപ്പ് കൊടുക്കാൻ ഞാൻ ഒരിക്കലും അറിയാനുമല്ല, മാപ്പ് കൊടുക്കത്തുമില്ല. എൻ്റെ ജീവിതകാലം എങ്ങനെയെങ്കിലും ശിഷ്ടകാലം ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ്, ഈമാനോടുകൂടി മരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവനെ ഞാൻ കാണുകയോ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കുകയോ ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല. മക്കൾ 2 ഞാൻ മരണപ്പെട്ടത് തന്നെയാണ് കണക്കാക്കുന്നത്. എനിക്ക് 2 മക്കൾ ഒരുപോലെയാണ്. എന്നാലും കുറച്ചുകൂടെ എന്നോട് വാത്സല്യമുള്ള കൊച്ചുമോനായിരുന്നു. അവൻ തന്നെ വളർത്തി, അവൻ തന്നെ അവനെ കൊല്ലുകയും ചെയ്തു. എൻ്റെ ഒരു കുറവ് അറിയിക്കാതെ അവൻ വളർത്തിയിട്ടുണ്ട്. പക്ഷേ അവൻ ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് 2 മക്കൾ മരണപ്പെട്ടതായിട്ടാണ് ഞാൻ ഇപ്പോൾ കണക്കാക്കി ജീവിക്കുന്നത്. ഭയങ്കര വിഷമം തോന്നാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ കാണുമ്പോൾ. കയറിക്കടക്കാൻ ഒരു ഇടം പോലും ഇല്ലാതെ 10-24 വർഷക്കാലം പ്രവാസിയായിട്ട് കഴിഞ്ഞിട്ട് വളരെ സമ്പന്നതയിൽ ജീവിച്ചിട്ട് ഇന്ന് ഈ ഒരു സാഹചര്യത്തിലാണ്. നമ്മളെക്കൊണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ ഈ മനുഷ്യർക്ക് വേണ്ടി ചെയ്യണം. കാരണം ഇന്ന് അദ്ദേഹം കഴിയുന്നത് അത്തരമൊരവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ഉമ്മ ഷെമി, ഈ ഒരു അഫാൻ്റെയൊക്കെ ഉമ്മ വളരെ മാനസികമായിട്ട് തകർന്ന ഒരവസ്ഥയിലാണ്. എന്താ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. തലക്കടിയേറ്റത്, മാനസികമായുള്ള വിഷമങ്ങൾ. പിന്നെ അവർ പറയുന്നുണ്ട്, എൻ്റെ മോൻ എനിക്കൊന്ന് കാണാം, എന്തിനാണടാ നീ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത് ഒന്ന് ചോദിക്കണം എന്നുള്ളതാണ് ഉമ്മ. ഈ ഉമ്മയുടെ മാനസിക നില ഒരു അത്രയും ആരോഗ്യകരമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്നൊരു കാര്യങ്ങൾ ആ റഹീം എന്നു പേരുള്ള ആ പ്രവാസിയായ മനുഷ്യർക്ക് വേണ്ടി സഹായിക്കണം. കൂട്ടത്തിൽ എനിക്കൊരു കാര്യം, ഇതിൻ്റെ ബാക്കി കാര്യം പറയുന്നതിന് മുൻപ് ഒരു ഉമ്മാക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാനുണ്ട്. കോഴിക്കോട് മാവൂരുള്ള ഫാത്തിമ എന്ന് പേരുള്ള 50 വയസ്സിലൊരു ഉമ്മ, അബൂബക്കർ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ്. ഇന്നലെ വൈകുന്നേരം ഇടിമിന്നലേറ്റിട്ട് മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു. ഇവർ വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതാണത്രേ. അപ്പോൾ അപ്പുറത്തുള്ള വിറകുകളും അതേപോലെ തെങ്ങും അടക്കം ഇടിമിന്നൽ കത്തിക്കരിഞ്ഞിരുന്നു. അങ്ങനെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കോഴിക്കോട് മാവൂരിലുള്ള ഫാത്തിമ എന്ന് പേരുള്ള ഈ ഒരു ഇടിമിന്നലേറ്റൊരു ഉമ്മയെ എനിക്ക് തോന്നുകയാണ് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കുടുംബങ്ങളായിരിക്കും, നമുക്കറിയില്ല.
നമ്മളെല്ലാവരും കാണുന്നവരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ആ ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഇനിയിപ്പോൾ ഈ വേനൽ മഴക്ക് ഇടിയോടുകൂടിയുള്ള മഴയുടെ മുന്നറിയിപ്പൊക്കെ വരാറുണ്ട്. ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ ആ വിഷയം പറയാൻ കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ആ ഒരു കോഴിക്കോട് മാവൂരുള്ള ഫാത്തിമ എന്ന പേരുള്ള ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ കുടുംബത്തിന് അതൊരു വലിയ ആശ്വാസമായിരിക്കുന്നു കരുതിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു അഫാൻ്റെ ഉപ്പ റഹീം പറയുന്ന വളരെ ഗൗരവപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നവർക്ക് കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്തൊരവസ്ഥ, അവരുടെ വീട് അവർക്ക് വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അത് എപ്പോഴും ജപ്തിയുടെ ഭീഷണിയിലാണ്. പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു 1-2 മാസം കഴിഞ്ഞിട്ട് മാത്രം അത് വിട്ടുകിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യം നല്ല വാക്കുകൾ പറയുക, നല്ല ആശ്വാസ വാക്കുകൾ കൊടുക്കുക. ഇന്ന് ആ പള്ളി കമ്മിറ്റിയും സഹോദരങ്ങളും മാത്രമാണ് ആ ഒരു മനുഷ്യർക്ക് സഹായിച്ചിട്ടുള്ളത്. നമ്മളൊരു കാര്യം ആലോചിക്കുക, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, കുൻ ഫി ദുനിയ കഅന്നക ഹരീബുൻ ഔ ആബിറു സബീൽ. നീ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ പ്രവാസിയെ പോലെയാവുക എന്നുള്ളതാണ്. നമ്മൾ സമ്പാദിക്കുന്നതൊന്നും നമ്മുടെ കൂടെ ശാശ്വതമായിട്ട് നിൽക്കില്ല എന്നുള്ളതിന് ഒറ്റ ഉദാഹരണമാണ് ഈ ഒരു റഹീം എന്ന് പേരുള്ള ഈ പാവം പ്രവാസി. അദ്ദേഹം തൻ്റെ കബറിങ്ങ പോയിട്ട് തൻ്റെ മകൻ്റെ കബറിടമൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ഉണ്ട്. വല്ലാതെ ഉള്ളുലയും അത് കാണുമ്പോൾ. ഇതുമാരെ കബർ, അത് ചേട്ടൻ്റെ കബർ, ആ കാണുന്നത് ചേട്ടത്തിയുടെ കബർ. അതല്ല പൂത്തവൻ്റെ അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അസാപ്പു എന്ന് വെച്ചാൽ വിളിക്കുന്ന അസാപ്പൂ എന്ന് വിളിക്കുമല്ലേ, അതുപോലെയാണ് ചെടിയും പൂത്ത്. അസ്സലാമലൈക്കും. കബറിൽ പോയി വെള്ളിയാഴ്ച ഞങ്ങളെല്ലാം കൂടെ കബറിൽ പോയി. അവിടെ പോയി ഉമ്മാരുടെ എല്ലാവരുടെയും കൊച്ചുമകൻ്റെ എല്ലാവരുടെയും കബറിൽ പ്രാർത്ഥന നടത്തിയിട്ട് വന്നത്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഉമ്മാക്ക് വേണ്ടി, ജ്യേഷ്ഠനും ചേട്ടത്തിക്കും എല്ലാവർക്കും വേണ്ടി. മരണപ്പെട്ടു പോയ എൻ്റെ മകൻ്റെ കൂട്ടുകാരി ഫർസാന, അവൾക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കും. 24 വർഷം പ്രവാസിയായിരുന്ന ഒരാളാണ്. എന്താണ് പ്രവാസം എന്ന് അനുഭവിച്ചൊക്കെ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ കുടുംബവും മക്കളെയും കുടുംബം എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടി നാട് വിട്ടു പോയവരാണ്. പ്രവാസം എന്താണെന്ന് അനുഭവിച്ച എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മൾ പ്രവാസികളുടെ കഷ്ടപ്പാട് ആരും നാട്ടിലേക്കൊന്നും ആരും അറിയുന്നില്ല. നമ്മളെല്ലാ മാസം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പൈസകൾ അയച്ചു കൊടുക്കാറുണ്ട്. കടമായാലും ഇടായാലും വാങ്ങിച്ച് എത്തിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. വീട് വരെ ജപ്തിയുടെ വക്കീലാണ് ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ഒന്ന് പിടിച്ചുകൊണ്ട് പോയത്. വീട് വരെ ജപ്തിയുടെ വക്കീലാണ്. ഇപ്പോൾ കേസിൽ മഴക്കിലും പെട്ട് കിടക്കുകയാണ് ആ വീട്. ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു വേദനയും ഒറ്റപ്പെടലും ഒന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അവസ്ഥയിൽ, 2 മക്കളുണ്ടായിരുന്നത് ഇങ്ങനെ പോയി. സ്വന്തം ഉമ്മ, ജന്മം നൽകിയ ഉമ്മ, അതോടൊപ്പം തൻ്റെ വീട് നോക്കിയിരുന്ന തൻ്റെ സഹോദരൻ്റെ ഭാര്യ, പിന്നെ ആളുകളുടെ കുറ്റപ്പെടുത്തൽ. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഇല്ലാത്ത വാർത്തകളും മറ്റൊക്കെ പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതൊരു വലിയ ക്രൂരതയാണ്. സ്വന്തം 2 മക്കളെ നഷ്ടപ്പെട്ട ഒരു വാപ്പാൻ്റെ വേദനയേക്കാൾ വലിയ വേദന ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നത്, അവരെക്കുറിച്ചിട്ട് ഇല്ലാത്തത് പലതും പറഞ്ഞുണ്ടാക്കുന്നത്. അതിന് മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക. ആ മനുഷ്യർക്ക് അല്ലാഹു മനക്കരുത്തും അതേപോലെ മനസ്സമാധാനവും സന്തോഷമൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആ ഒരു സുഖമില്ലാതെ കണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇനി അതുമാത്രം അദ്ദേഹത്തിന് ആശ്രയമുള്ളൂ. ഇനി ആദ്യത്തിൽ നിന്ന് തുടങ്ങണം ലൈഫ് എന്നുള്ളത്. അദ്ദേഹത്തിന് അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ട് ശിഫ നൽകട്ടെ. ഉമ്മ എപ്പോഴും പറയുന്നത്, എന്തിനെൻ്റെ മോനിത് ചെയ്തു എന്ന് അറിയണം. ആ ഉപ്പയുടെ വാക്കുകൾ കണ്ടില്ല, ഇളയ മോനെ വളർത്തി വലുതാക്കിയിട്ട് അവൻ തന്നെ അതില്ലാതാക്കി എന്നുള്ളത്. ആ മകനെ മരിച്ച മകനിലാണ് കൂട്ടിയിട്ടുള്ളത്. ഒരിക്കലും ആ മകൻക്ക് മാപ്പ് കൊടുക്കാനോ പുറത്തു കൊടുക്കാനോ കഴിയാത്തൊരു പിതാവാണ്. അല്ലാഹു ഒരാൾക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കല്ലേ എന്നുള്ള ദുആ ചെയ്യാണ് നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം. മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ട് പല അപവാദങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അപ്പോൾ മലപ്പുറം ഒരു മുസ്ലിങ്ങളുടെ മാത്രം സ്ഥലമാണെന്നും മറ്റു മതക്കാർക്ക് ഇവിടെ യാതൊരു ഉണരാനോ സ്പേസ് ഒന്നും ഇല്ല എന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളല്ലാത്ത, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ മാപ്പിള കവിയായ മോയിൻകുട്ടി വൈദ്യരുടെ നാടാണ്, അറബ് കവിയായ വെളിയങ്കോട് ഉമർഖാദിയുടെ നാടാണ്, പൊന്നാനിയിലെ ആദ്യത്തെ കേരളത്തിൻ്റെ ഫസ്റ്റ് ചരിത്രം എഴുതിയ മഖദൂമിൻ്റെ നാടാണ്, ഇങ്ങനെ എല്ലാം മമ്പുറന്തങ്ങളുടെ നാടാണ്, ഇങ്ങനെ എല്ലാ മുസ്ലിങ്ങളുടെ നാടാണ് പ്രചരിപ്പിക്കുമ്പോഴാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വാക്കുകളൊക്കെ, ഇതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് ചോദിക്കുന്നൊരു ചോദ്യം, മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളല്ലാതെ ലോകത്തിന് അഭിമാനമായ ഒരുപാട് പേരുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, സാഹിത്യത്തിലുണ്ട്, സാംസ്കാരിക മണ്ഡലത്തിലുണ്ട്. അങ്ങനെ ചില ആളുകളുടെ പേരുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ ഒരു മലപ്പുറംകാരനാണ്. കേരളത്തിൻ്റെ ഫസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഒരു മലപ്പുറം ജില്ലക്കാരനാണ്.
അതേപോലെ ഈ വരകളുടെ ലോകത്ത് ചിത്രം വരയിൽ ലോകത്തറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് നമ്പൂതിരി മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കാരാണ്. എനിക്കറിയാവുന്ന 2-3 പേരുടെ പേര് പറഞ്ഞാണ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ ആളുടെ പേരും അയാൾ ഏത് മേഖലയിലാണെന്നാണ് നിങ്ങൾ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. മലപ്പുറം ജില്ലക്കാരായിരിക്കണം കേട്ടോ. അത് രാഷ്ട്രീയത്തിലാവാം, സിനിമയിലാവാം, സാഹിത്യത്തിലാവാം, സാംസ്കാരിക രംഗത്താവാം, എന്തിലും ആവാം. ഉന്നതിയിലെത്തിയ ഒരു മലപ്പുറംകാരുടെ പേരൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.